നമ്മുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയുടെ പല ഉദാഹരണങ്ങളുണ്ട്. ശബരിമലയുടെ മേഖലയെ മാത്രം കിഫ്ബി വഴി നമ്മൾ തീർത്ഥാടകർക്കുള്ള സഹായങ്ങൾ, അവർക്ക് ഉള്ള അടിസ്ഥാന സൗകര്യം, ശുദ്ധജലം, വിശ്രമമുറികൾ തുടങ്ങി പല പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്താകെ ഇടത്താവളം പോലെയുള്ള പദ്ധതികൾ അതുവഴി 126 കോടി രൂപ ചെലവഴിച്ചതിൻ്റെ കണക്കുകൾ നമ്മുടെ ഇതിലുണ്ട്. ധാരാളം സൗകര്യങ്ങൾ ആ മേഖലയിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ ബഡ്ജറ്റും ശബരിമലയ്ക്ക് ധാരാളം പണം വേറെ ചിലവാക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓരോ വർഷവും ചിലവാക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ എടുത്തറിയാവുന്നതാണ്. 9 താലൂക്ക് ആശുപത്രി, 2 ജനറൽ ആശുപത്രി, 1 ജില്ലാ ആശുപത്രി, മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെയൊക്കെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 45 ആശുപത്രികളിൽ ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജമാക്കി. 49 ഐസൊലേഷൻ വാർഡുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ രംഗത്ത് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതിനുവേണ്ടി പണം മാറ്റിവെച്ചത് വലിയ തുകയാണ്. 20,000 കോടി രൂപ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ലാൻഡ് അക്വിസിഷൻ പൂളിന് വേണ്ടി മാത്രം കിഫ്ബി മാറ്റിവെച്ചിട്ടുണ്ട്. 20,000 കോടി എന്ന് പറഞ്ഞാൽ അത് ആ ലാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വ്യവസായത്തിന് വലിയ അടിസ്ഥാന സൗകര്യമാവും. ഏറ്റവും പ്രധാനം ഭൂമിയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി എത്രയും പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടൽ ഭിത്തി നിർമ്മാണത്തിനകത്തൊരു നല്ല ഉദാഹരണമാണ് ചെല്ലാനത്ത്. എപ്പോഴും തലവേദനയായിരുന്നു അവിടുത്തെ കടലാക്രമണം. അതിപ്പം നമ്മുടെ കിഫ്ബി വഴി അവിടെ നിന്ന് ഗ്രോയിൻസ് ഉപയോഗിച്ച് ആ കടൽ ഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന് പദ്ധതികൾ നടപ്പിലാക്കിയത് നല്ല വിജയം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ കണക്കുകളുണ്ട്. 1709 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതികളാണ് കിഫ്ബി വഴി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 10 വർഷമായിട്ട് സംസ്ഥാനത്ത് പവർ കട്ട് നടപ്പിലായിട്ടില്ല എന്നുള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മളുണ്ടാക്കിയ വലിയ മാറ്റത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന് ട്രാൻസ്ക്രിപ്റ്റിന് വേണ്ടി മാത്രം 1709 കോടി രൂപയുടെ പദ്ധതി നമ്മൾ നടപ്പിലാക്കി. 44,700 സ്കൂളുകളിൽ 700 ക്ലാസ് മുറികൾ ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ക്ലാസ് മുറികളുടെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 579 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു. ഇതിനു പുറമെ മത്സ്യ തുറമുഖ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾ 50 എണ്ണവും നവീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട്. കിഫ്ബിയുടെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തിടയ്ക്ക് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച താമരശ്ശേരി ചുരം കോഴിക്കോട് വയനാടിനും ഇടയിലുള്ള ഏറ്റവും വലിയ തടസ്സങ്ങൾ ആ യാത്രയുടെ ബുദ്ധിമുട്ട് അറിയുന്നതാണ്. പലപ്പോഴും 3, 4, 5, 8 മണിക്കൂറൊക്കെ അവിടെ വണ്ടികൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട്, അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ 8.11 കിലോമീറ്റർ നീളമുള്ള 4 വരി ഇരട്ടത്തുരങ്കം ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാവുന്നതല്ലായിരുന്നു മുമ്പ്. ഇപ്പോൾ അങ്ങനെ ഇരട്ടത്തുരങ്കം അവിടെ വരുന്നു. അതിനുള്ള അപ്രോച്ച് റോഡുകൾ വരുന്നു. എല്ലാം കൂടി 2135 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ നമ്മളത് വിഭാവനം ചെയ്യുന്നത്. ഈ തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ നടത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ രംഗത്ത് നല്ല ചില പദ്ധതികൾ കിഫ്ബിയുടെ നേതൃത്വത്തിലുണ്ട്. കണ്ണൂരിൽ മട്ടന്നൂരിൽ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായിട്ട് നമ്മൾ 204 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. അത് ഇന്നത്തെ സ്ഥിതിയിൽ നമ്മുടെ ആയുർവേദത്തിൻ്റെ മേഖലയിലുള്ള പ്രത്യേകതകൾ സംരക്ഷിക്കാനും അതിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കാനും ഒക്കെ കൂടുതൽ സ്കീമുകൾ ഇനിയും വേണം. അതിനകത്ത് വലിയ മുൻകൈയാണ് വന്നേക്കുന്നത്. നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട റോഡാണ് MC റോഡ്. NH-ഉം തീരദേശ റോഡും മലയോര റോഡും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ മാറ്റം ആ ഭാഗത്തും. മലയോര റോഡിൽ കൂടെയൊക്കെ ഇടുക്കിക്കും വയനാടിനും ഒക്കെ ഇടുക്കിക്ക് പോകണമെങ്കിൽ അതുപോലെ അങ്ങ് കോഴിക്കോട് ഭാഗത്തേക്ക് പോയാലെല്ലാം നല്ല റോഡുകൾ പൂർത്തീകരിച്ചു. വളരെ വേഗത്തിൽ എത്താൻ പറ്റുന്ന സൗകര്യങ്ങളുണ്ട്. MC റോഡ് നമ്മുടെ ഹാർട്ട് ആയിട്ട് നടുക്കൂടി കിടക്കുന്നതാണ്. പഴയ തിരുവിതാംകൂറിൻ്റെ നാഷണൽ ഹൈവേ ആണ്. ആ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി 1900 കോടി രൂപയുടെ ഭരണാനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ ബൈപ്പാസുകൾ, ഇപ്പോൾ വെഞ്ഞാറമൂട് അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കൊട്ടാരക്കര ബൈപ്പാസിന് ഏകദേശം 300 കോടിയാണ് ലാൻഡ് എടുക്കുന്നതിനും. ലാൻഡ് അക്വിസിഷൻ്റെ ഇപ്പോൾ 110 കോടി രൂപയുടെ പണം അനുവദിച്ചു കഴിഞ്ഞു സ്ഥലമേറ്റെടുപ്പിന്. DPR പരിശോധനയിലാണ്. അങ്ങനെ അങ്ങോളം ഇങ്ങോളം MC റോഡ് കൂടി വികസിപ്പിക്കുന്നതോടുകൂടി ഏറ്റവും പഴക്കമുള്ള റോഡുകളെന്ന നിലയിൽ അവിടെയും നല്ലപോലെ സൗകര്യങ്ങൾ വരും. അവിടെ മാത്രം നിൽക്കുന്നില്ല നമ്മുടെ കിഫ്ബിയുടെ പ്രവർത്തനം. വനമേഖലയിലെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, അതിൻ്റെ ഒരു സംഘർഷം, അത് ലഘൂകരിക്കാൻ 221 കോടി രൂപയുടെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ്.